ഹായ് ഓൾ വെൽക്കം ടു ഷൈനീസ് ഫിസിക്സ് ക്ലാസ് റൂം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് ഇൻട്രൊഡക്ഷൻ പഠിച്ചു. അതായത് പീരിയോഡിക് മോഷനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു. ആ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു പീരിയോഡിക് മോഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3. ഏതൊക്കെയാണ്? റൊട്ടേറ്ററി മോഷൻ, പിന്നെ എന്താണ്? റൊട്ടേറ്ററി മോഷൻ, ഓസിലേറ്ററി മോഷൻ ആൻഡ് വൈബ്രേറ്ററി മോഷൻ, അല്ലേ? അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു ഓസിലേറ്ററി മോഷനാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ഈ ചാപ്റ്ററിനകത്ത് ഉള്ളത് ഓസിലേറ്ററി മോഷനാണ്. സോ ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടു ആൻഡ് ഫ്രോ മോഷൻ ബട്ട് വിത്ത് ലെസ് ഫ്രീക്വൻസി ആണ്, അല്ലേ? അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്തായിരുന്നു? സിമ്പിൾ പെൻഡുലം ആണ് ഇതിന് എക്സാമ്പിൾ. സോ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഓസിലേറ്ററി മോഷന്റെ ഒരു സിംപ്ലസ്റ്റ് ഫോമാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. The simplest form of an oscillatory motion is the simple harmonic motion. എങ്ങനെയാണ് നമുക്ക് ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു ഓസിലേറ്ററി മോഷൻ ആണെന്ന് പറയാൻ പറ്റുന്നത്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഓസിലേറ്റിംഗ് ബോഡിയിലെ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മെയിൻ പൊസിഷൻ ഓർ ദ ഇക്വിലിബ്രിയം പൊസിഷൻ. അതുകൊണ്ടാണ് സിമ്പിൾ ഹാർമോണിക് മോഷനെ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? ഓസിലേറ്ററി മോഷൻ. ഏതൊരു മോഷന്റെയും ഫോഴ്സ് എന്ന് പറയുന്നത് ഓസിലേറ്റിംഗ് ബോഡിയിലുള്ള ഫോഴ്സ് ഇഫ് ഇറ്റ് ഈസ് directly proportional to the displacement from the mean position, then we can call that as a oscillatory motion. Okay, സോ നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നമ്മൾ ആ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസ് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരിക്കുന്ന ബോബ്. ഓക്കെ, അതായത് അല്ലെങ്കിൽ മെയിൻ പൊസിഷനിൽ ഇരിക്കുന്ന ബോബ്. ഇനി ഞാനൊരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? ടു ആൻഡ് ഫ്രോ മോഷനിൽ എക്സിക്യൂട്ട് ചെയ്യും. ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ. അതുപോലെ ഇപ്പുറത്തെ ഡയറക്ഷനിലെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഭാഗമാണ്. സോ ദിസ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദിസ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഈസ് കോൾഡ് വാട്ട്? ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന്റെ പേരാണ് ആംപ്ലിറ്റ്യൂഡ്. എന്താണ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു ഓസിലേറ്ററി മോഷൻ ആയത് എങ്ങനെയാണ്? The force is directly proportional to the displacement from the mean position. അപ്പോൾ ഞാൻ ഇതിനൊരു ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ ഈ ബോബ് മെയിൻ പൊസിഷനിൽ ഇരിക്കുന്ന ബോബിന് ഞാനൊരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. സോ ഈ ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ ദി oscillatory body is directly proportional to the displacement from the mean position ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രം ദ മെയിൻ പൊസിഷൻ ആയതുകൊണ്ട് F is directly proportional to minus x. ഈ ഫോഴ്സിന്റെ പേര് എന്തുവാണ്? This force is known as the restoring force. എന്തുവാണ്? Restoring force. Okay, so force is directly proportional to minus x or F is equal to, in order to change this proportionality constant, നമുക്കൊരു proportionality മാറ്റാൻ വേണ്ടി we can multiply with a constant so that F is equal to a constant K into X, where this constant K is known as force constant. Okay, Kയുടെ പേര് എന്തുവാണ്? ഫോഴ്സ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നൗ നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് എഫ് ഇസ് ഈക്വൽ ടു എം എ. വാട്ട് ഇസ് എം? എം ഇസ് മാസ് ആൻഡ് എ ഇസ് ആക്സിലറേഷൻ. ഓക്കെ, സോ എങ്ങനെയാണ് ആക്സിലറേഷൻ വെലോസിറ്റിയുടെ ടേംസിൽ പറയുന്നത്? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. എന്തോ ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന ക്വാണ്ടിറ്റീനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഡി ബൈ ഡി ടി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? വെലോസിറ്റിനെ വി എന്ന് പറയുന്ന ടേം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ rate of change of velocity is acceleration and that acceleration is equal to dv divided by dt, അല്ലേ?
റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന ക്വാണ്ടിറ്റീനെ ഡി ബൈ ഡി ടി ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി. അതുപോലെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് അഗെയിൻ, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഡി ബൈ ഡി ടി ഓഫ് എക്സ്. ഓക്കെ, സോ എ, അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തൊക്കെ കിട്ടി? എ ഈസ് ഈക്വൽ ടു ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി ആൻഡ് വി ഈസ് ഈക്വൽ ടു dx ഡിവൈഡഡ് ബൈ dt. അപ്പോൾ നമുക്ക് ഈ ആക്സിലറേഷനെ നമുക്ക് എങ്ങനെയാണ് ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്? ആക്സിലറേഷനെ നോക്ക്. ദിസ് ഈസ് ഈക്വൽ ടു d ബൈ dt ഓഫ് v എന്നല്ലേ? അപ്പോൾ നമുക്കറിയാം ഡി ബൈ വി നമുക്ക് ഇവിടെ ഉണ്ട്, ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എന്താണ്? ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, സോ ആക്സിലറേഷൻ എങ്ങനെ കിട്ടി നമുക്ക്? ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. സോ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലേ? അപ്പൊ അതിനകത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞ ഇക്വേഷൻ ആയിരുന്നു. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആക്സിലറേഷൻ എന്ത് കിട്ടി നമുക്ക് ഇവിടെ നിന്ന്? ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. സോ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ ഇക്വേഷൻ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, കമ്പയറിങ് ഇക്വേഷൻ 1 ആൻഡ് 2. ഇക്വേഷൻ 1 ഏതായിരുന്നു? ഇതേ കിടപ്പുണ്ട്, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എക്സ്. ഓക്കെ, സോ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ 1 ഏതായിരുന്നു? എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആയിരുന്നു ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷൻ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് കെ എക്സ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ, ഓർ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. ഇതിനകത്ത് നിന്ന് എം കോമൺ ആയിട്ട് എടുക്കുക. എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഓർ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ കെ ബൈ എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? കെ ബൈ എം, put k by m is equal to omega square, where omega is the angular frequency. എന്തുവാണ്? omega angular frequency. So how can you write this equation? d square x divided by dt square plus omega square into x equal to 0. So this is the differential form of simple harmonic motion. എന്തുവാണ്? differential form of simple harmonic motion. So differential form of simple harmonic motion is what? d square x plus d square x by dt square plus omega square into x is equal to 0. ഇനി നമുക്കറിയാം ഒരു ഡിഫറൻഷ്യൽ ഫോമിൽ ഇരിക്കുന്ന ഒരു ഇക്വേഷന് ഒരു സൊല്യൂഷൻ കാണും. സോ അതിൻ്റെ സൊല്യൂഷനാണ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. ഓക്കെ,
എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഇതിപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ, ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് ഡയറക്ഷൻ. ഓക്കെ, സോ നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ഈ ഇക്വേഷനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന എക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇതിൽ എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു സൊല്യൂഷൻ കിട്ടുന്നത്. സോ ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഇത് എക്സ് ഡയറക്ഷനിലായിരുന്നെന്നുണ്ടെങ്കിൽ. ഇനി വൈ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിലോ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, y ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, എങ്ങനെ എഴുതാൻ പറ്റും, y ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, ഇനി ഇതിനകത്ത് വാട്ട് ഈസ് എക്സ് ഓഫ് ടി? എക്സ് ഓഫ് ടി എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, വാട്ട് ഈസ് എക്സ് ഓഫ് ടി? എക്സ് ഓഫ് ടി is a displacement. Okay, x of t is a displacement. What is a? A is the amplitude. ഞാൻ പറഞ്ഞു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഒമേഗ ഇസ് ദ ആംഗുലാർ ഫ്രീക്വൻസി. Then omega t plus phi is the phase and phi is the phase constant. Okay, എന്തൊക്കെയായിരുന്നു ഈ ഇക്വേഷനകത്ത്? എക്സ് ഓഫ് ടി is a displacement, a is the amplitude, omega is the angular frequency, omega t plus phi is the phase and phi is the phase constant. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഈ എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5, എ കോസ് ഒമേഗ ടി പ്ലസ് 5 അതിൻ്റെ ഗ്രാഫാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒമേഗയ്ക്ക് ഒരു വാല്യൂ, പിന്നെ ടീനൊരു വാല്യൂ, ഫൈക്ക് ഒരു വാല്യൂ, എക്ക് ഒരു വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്ന ഗ്രാഫാണ് ഇങ്ങനെ കിട്ടുന്നത്. where t in x axis and x in y axis. ഈ മാക്സിമം പോയിന്റ് ആണ് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, സോ എക്സ് ഇൻ വൈ ആക്സിസ് ആൻഡ് ടി ഇൻ x axis. Okay, so this is the graphical plot for a cos omega t plus 5. Okay, ഇനി ഇപ്പൊ ഒരു ഇക്വേഷനിൽ തന്നെ, അതായത് എക്സ് ഓഫ് ടിയിൽ തന്നെ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5, പക്ഷെ ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് വിചാരിച്ചോ. അതായത് എ എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡും ഉണ്ട്, ബി എന്ന് പറയുന്ന അടുത്തൊരു ആംപ്ലിറ്റ്യൂഡും ഉണ്ട്. ഓക്കെ, പക്ഷെ ആ രണ്ട് അതിനും സെയിം ഫേസ് ആണ്. ഫേസ് ഇസ് സെയിം ഫൈ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഇത് എ എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, ഇനി സെയിം ഫേസ് ആണ്. അപ്പൊ എന്ത്, ഈ ഫേസ് ഒരിടത്ത് കൊണ്ടുപോയി കണ്ട ഒരിടത്ത് കൊണ്ടുപോയി ആക്കിക്കോണം, പക്ഷെ ആംപ്ലിറ്റ്യൂഡ് ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത് ബി എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ്. അതുപോലെ ഈ നെഗറ്റീവില് നമ്മൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം, മൈനസ് എ മൈനസ് ബി. സോ ദിസ് വിൽ ബി, ഇപ്പൊ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡും
ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡും സെയിം ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. അതേപോലെ സെയിം ആംപ്ലിറ്റ്യൂഡ് ബട്ട് ഡിഫറെൻറ്റ് ഫേസ്, അതായത് ഒരെണ്ണത്തിൻ്റെ ഫേസ് നമുക്ക് 0 എന്ന് എടുക്കാം, അടുത്തതിൻ്റെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു -π/4 എന്ന് എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഗ്രാഫ് എങ്ങനെ ഇരിക്കും നോക്കാം. φ = 0 ഇനി അടുത്തതെന്ന് പറയുമ്പോൾ φ = -π/4. പക്ഷെ ശരിക്കും ആംപ്ലിറ്റ്യൂഡ് രണ്ടും സെയിം ആണ് കേട്ടോ. കണ്ട സെയിം ആംപ്ലിറ്റ്യൂഡാണ്, എ എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ്. ആംപ്ലിറ്റ്യൂഡ് എല്ലായിടത്തും സെയിം ആണ്. ഓക്കെ, പക്ഷെ ഫേസ് ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ φ 0 ആണ്, പക്ഷെ ടൈം പീരീഡ് വ്യത്യാസമാണ്. ടി ഡിഫറെൻ്റ് ആണ്, ബട്ട് φ ഈസ് സെയിം. അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഡിഫറെൻ്റ് പീരീഡ് ആണ്. ഡിഫറെൻ്റ് പീരീഡും സെയിം ഫേസും ആണെങ്കിൽ. ഓക്കെ, സോ എന്തായിരുന്നു നമ്മൾ ഇവിടെ പഠിച്ചത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓസിലേറ്ററി മോഷൻ. സോ ഹൗ ക്യാൻ യു കോൾ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആസ് ആൻ ഓസിലേറ്ററി മോഷൻ? എങ്ങനെ പറയാൻ പറ്റുന്ന? ബിക്കോസ് ഫോഴ്സ് ഓൺ ദ ഓസിലേറ്റിംഗ് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ ഓർ ദി ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലേ? സോ നമ്മളൊരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു. സോ ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇസ് നോൺ ആസ് ദ ആംപ്ലിറ്റ്യൂഡ്. സോ ദാറ്റ് എ ഫോഴ്സ് വിൽ ബി ആക്ടിങ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് ദി റെസ്റ്റോറിംഗ് ഫോഴ്സ്. എങ്ങനെ നമുക്ക് ആ ഫോഴ്സിനെ എഴുതാൻ പറ്റുക? ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്. എങ്ങനെ മൈനസ് സൈൻ വന്നത്? ബിക്കോസ് ഫോഴ്സ് ആക്ടിങ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ ആണ്. So F is equal to minus K. F is directly proportional to minus of X. ഈ proportionality constant മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കോൺസ്റ്റന്റ്, ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് K. സോ F is equal to minus K into X, where K is known as the force constant. ഇനി നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ വഴി F is equal to M into A ആണ്. M എന്ന് പറഞ്ഞാൽ മാസ് ആണ്, A is the acceleration ആണ്. ആക്സിലറേഷനെ നമുക്ക് എങ്ങനെ വെലോസിറ്റിയുടെ ടേംസിൽ എഴുതാൻ പറ്റും? ആക്സിലറേഷൻ ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ d/dt ആണ്. ദെയർഫോർ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? d/dt ഓഫ് v. ഓക്കെ, എങ്ങനെയാണ് പറയുന്നത്? d/dt ഓഫ് v. അതേപോലെ വെലോസിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എക്സ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? d/dt. സോ വെലോസിറ്റി എന്ന് പറയുമ്പോൾ d/dt ഓഫ് എക്സ്. സോ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? dv/dt ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v is equal to dx/dt. ഈ ആക്സിലറേഷനെ ഞാൻ
ഡിസ്പ്ലേസ്മെന്റിന്റെ ടേംസിൽ എഴുതിയതാണ് ഇങ്ങനെ. അതെങ്ങനെ എഴുതിയത്? ഡി ബൈ ഡി ടി ഓഫ് വി ആണ്. വി നമുക്കറിയാം എന്തുവാണ്? ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി ആണ്. സോ ഡി ബൈ ഡി ടി ഓഫ് ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. ഇനി നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. എന്നിട്ട് ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇനി ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്യണം. 1 എന്ന് പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. സോ മൈനസ് കെ എക്സ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ. എന്നിട്ട് ഇതിനകത്ത് നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു സൈഡിലോട്ട് കൊണ്ടുപോവുക. എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. സോ അതിനകത്ത് നിന്ന് എം കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതിനകത്ത് കെ ബൈ എമ്മിന് ഒമേഗ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒമേഗ ഇസ് ദ ആംഗുലർ ഫ്രീക്വൻസി. So you get d square x divided by dt square plus omega square into x equal to 0. This is the differential form of simple harmonic motion. ആ ഡിഫറൻഷ്യൽ ഫോമിന് ഒരു സൊല്യൂഷൻ കാണും. ആ സൊല്യൂഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്, വേർ ദിസ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. അപ്പൊ ഇനി വൈ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഫൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇതിനകത്ത് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇപ്പൊ വൈ ഓഫ് ടി എന്ന് പറഞ്ഞാലും അതെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. എ ഇസ് ദ ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ ഇസ് ദ ആംഗുലാർ ഫ്രീക്വൻസി, ഒമേഗ ടി പ്ലസ് ഫൈവ് ഇസ് ദ ഫേസ് ആൻഡ് ഫൈവ് ഇസ് ദ ഫേസ് കോൺസ്റ്റന്റ്. ഇനി ഓരോ ഗ്രാഫാണിത്. ഗ്രാഫിക്കലി എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന? ഒമേഗയ്ക്കും ടിക്കും ഫൈക്കും എക്കും ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ഇനി ആ സെയിം ഇക്വേഷനിൽ ഞാൻ രണ്ട് ആംപ്ലിറ്റ്യൂഡ് എടുത്തു. പക്ഷെ ആ രണ്ട് ആംപ്ലിറ്റ്യൂഡ് എടുത്തെങ്കിലും ഫേസ് സെയിം ആയിട്ടുള്ള ഒരു ഫേസ് എടുത്തപ്പോൾ ഐ വിൽ ബി എങ്ങനെയാ? ഇങ്ങനെ ഒരു ഗ്രാഫാണ് എനിക്ക് കിട്ടിയത്. ഇനി അതേമാതിരി സെയിം ആംപ്ലിറ്റ്യൂഡ് എടുത്തു, പക്ഷെ ഡിഫറെൻറ്റ് ഫേസ് ആണ് എടുത്തത്. സോ യു ആർ ഗെറ്റിംഗ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇനി അതേപോലെ സെയിം ടൈം പീരീഡ് എടുക്കണം, ഡിഫറെൻറ്റ് ടൈം പീരീഡ് എടുക്കണം, സെയിം 5 എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി നമ്മൾ ടെക്സ്റ്റിനകത്ത് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ആ പ്രോബ്ലം അതായത് ഞാൻ പറയാം. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി. ഈ ഫംഗ്ഷൻ സിമ്പിൾ ഹാർമോണിക് മോഷനിലാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ, അതോ ഇത് പീരിയോഡിക് ആണോ, അതോ അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ, പിന്നെ സെക്കൻഡ് വൺ പീരിയോഡിക് ബട്ട് നോട്ട് സിമ്പിൾ ഹാർമോണിക് ആണോ, പിന്നെ അത് കഴിഞ്ഞാൽ അതിനകത്തുള്ള പീരീഡും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ പ്രോബ്ലം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ആണെങ്കിലോ നോൺ പീരിയോഡിക് ആണെങ്കിലോ എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തു, അതിൻ്റെ പീരീഡും കണ്ടുപിടിച്ചു അല്ലേ. ഇവിടെ നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം. സോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി. നമുക്ക് ഈ കോസ് ഒമേഗ ടീനെ ഇവിടെ നിന്ന് മാറ്റാം. ഓക്കെ, നമുക്ക് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി കോസ് തീറ്റ എന്തുവാണ്? കോസ് തീറ്റ ഇൻ ടേംസ് ഓഫ് സൈനിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 90 മൈനസ് തീറ്റ. ലൈക്ക് ദാറ്റ് കോസ് ഒമേഗ ടീനെ എങ്ങനെ എഴുതാം? കോസ് ഒമേഗ ടി ഈക്വൽ ടു സൈൻ ഓഫ് 90 മൈനസ് ഒമേഗ ടി. എന്നിട്ട് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി മൈനസ് സൈൻ 90 മൈനസ് ഒമേഗ ടി അല്ലേ. ഇനി നമുക്ക് ഇത് ഏത് ഫോമിലായി? സൈൻ എ മൈനസ് സൈൻ ബി അല്ലേ. എന്തുവാണ് സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുന്നത്? അതിൻ്റെ ഐഡന്റിറ്റി എന്തുവാണ്? 2 കോസ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 സൈൻ എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സൈൻ ഒമേഗ ടി മൈനസ് സൈൻ 90 മൈനസ് ഒമേഗ ടീനെ എങ്ങനെ എഴുതാം? സൈൻ ഒമേഗ ടി മൈനസ് സൈൻ 90 മൈനസ് ഒമേഗ ടി. ഇതിനെങ്ങനെ എഴുതാം? 2 കോസ്
omega t plus 90 minus omega t divided by 2 sine omega t minus 90 plus omega t divided by 2, or that is equal to 2 cos 90 by 2. ബാക്കി എന്താണുള്ളത്? സൈൻ 2 ഒമേഗ ടി മൈനസ് 90 by 2. ഇതിനെങ്ങനെ എഴുതാം? 2 cos 90 by 2 is 45 sin ഒമേഗ ടി മൈനസ് 45. അങ്ങനെ എഴുതി കൂടെ? ഒമേഗ ടിയും 2 ഈ 2 ഒമേഗ ടി ബൈ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 2ഉം 2ഉം പോയി 90 by 2 ചെയ്യുമ്പോൾ 45. സോ 2 cos 45 എന്താണ്? 1 by root 2 sin omega t minus 45. Okay. So this is equal to 2 by root 2 sin omega t minus 45. അല്ലേ? സോ എന്ത് കിട്ടി നമുക്ക്? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 by root 2 sin omega t minus 45. This is of the form ഏതാണ്? ഞാൻ രണ്ട് ഫോം പറഞ്ഞിരുന്നു അല്ലേ? ഒന്ന് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. അടുത്ത ഏതായിരുന്നു പറഞ്ഞ? വൈ ഓഫ് ടി ഈക്വൽ ടു, ഇപ്പൊ വൈ ഡയറക്ഷനിലായിരുന്നെന്നുണ്ടെങ്കിൽ എ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, അപ്പൊ ഇത് ഏത് ഫോമിലാണ്? ദിസ് ഇസ് ഓഫ് ദ ഫോം y of t equal to a sin omega t plus 5 അല്ലേ? അപ്പൊ given function is in simple harmonic motion. Okay. ഓക്കെ, അപ്പൊ given function simple harmonic motion ആയി. ഇനി ഇത് പീരിയോഡിക് ആണോ അല്ലേന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി. എങ്ങനെയാണ്? ഇതിന്റെ പീരീഡ് T1 ആക്കി എടുക്കുക, ഇതിന്റെ പീരീഡ് T2 എടുക്കുക. വാട്ട് ഇസ് T1? T1 ഈക്വൽ ടു 2 പൈ ഡിവൈഡഡ് ബൈ ഒമേഗ. അഗെയിൻ T2 ഇസ് ഈക്വൽ ടു 2 പൈ ഡിവൈഡഡ് ബൈ ഒമേഗ. സോ 2 പൈ ബൈ ഒമേഗ തന്നെയല്ലേ റിപ്പീറ്റ് ചെയ്തു പോകുന്നത്? സോ ഇതെന്താണ്? പീരിയോഡിക് സിഗ്നൽ ആണ്. പീരീഡ് എന്തുവാണ്? പീരീഡ് ഈസ് ഗിവൺ ബൈ 2 പൈ ഡിവൈഡഡ് ബൈ ഒമേഗ. ഓക്കെ, സോ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? ഒരു പ്രോബ്ലം ചെയ്തു. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇൻ ടേംസ് ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Okay.